ഹലോ. ലൈഫിൽ ഒരു മൊമെൻറ്റ് കഴിയുമ്പോഴായിരിക്കും അല്ലേ നമ്മൾ മെൻ്റൽ ഹെൽത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ഫോർ മീ, ഞാനിപ്പോൾ അതിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, പ്രയോറിറ്റീസ് കൊടുക്കാറുണ്ട് കേട്ടോ. എന്ത് വില കൊടുത്തും എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു മാറ്ററായി മാറിയിരിക്കുകയാണ്. കാരണം പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം കുറേ ഹോർമോണൽ ചേഞ്ചസ്, കുറേ മാറ്റങ്ങൾ, ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് പ്രശ്നം വരുന്നത് പെട്ടെന്ന് ടയർഡായി പോകും. അത് മീൻസ് മെൻ്റലി ടയർഡായി പോകും. ഈ മെൻ്റൽ ടയർഡ്നെസ് മാറ്റാൻ എനിക്ക് കുറച്ചധികം പാടാണ്. കാരണം നമ്മൾ ഈ പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ ആയതുകൊണ്ട് തന്നെ ഈ നോ പറഞ്ഞ് പഠിക്കാത്തത് കൊണ്ടും ഭയങ്കര കഷ്ടപ്പാടാണ് ആൾക്കാരോട് നോ പറയുക എന്നുള്ളത്. നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ കഷ്ടപ്പാടാണെന്നൊക്കെ വിചാരിച്ച് എല്ലാം ഏറ്റെടുക്കും. പക്ഷേ കുഞ്ഞു വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാണ്ടായി കഴിയുമ്പോൾ അത് ഞാൻ എൻ്റെ റോൾ കോൺഫ്ലിക്റ്റ് അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഈ റോളുകളൊന്നും നന്നായിട്ട് ചെയ്യുന്നില്ലേ, ആ റോള് ചെയ്യുന്നില്ലേ, ഈ റോള് ചെയ്യുന്നില്ലേ. പക്ഷേ ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. നിങ്ങളും അങ്ങനെയുള്ള ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം നമുക്ക് എല്ലാ റോളുകളും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം ഞാൻ 2 സ്റ്റെപ്പുകൾ മെയിനായിട്ട് ചെയ്തു. ഐ സ്റ്റാർട്ട് ടു സേ നോ. സെയിങ് നോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പിടിച്ചു നിർത്താനേ പറ്റില്ല. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടേക്കും എന്തൊക്കെയോ പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പുതിയ ഡ്രീംസ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ലൈഫിൽ തന്നെ കുറേ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. സോ ഇത് 2026. നിങ്ങളിത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പ്ലീസ് നിങ്ങളിത് ചെയ്യുക. നിങ്ങളുടെ സർക്കിൾ ഒന്ന് ലിമിറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു വാണ്ടഡ് ടു ലിമിറ്റ് യുവർ സർക്കിൾ, ഓക്കെ, എങ്കിൽ നിങ്ങളുടെ സർക്കിൾ ലിമിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളൊന്ന് സ്നേഹിക്കുക. സോ ദർ ഈസ് ചേഞ്ച് വിൽ ഹാപ്പൻ. ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കുന്നു ഇത് വാങ്ങിക്കുന്നു അങ്ങനത്തെ ഒരു ചേഞ്ച് അല്ല കേട്ടോ. നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു സർക്കിളിലേക്ക് നമ്മൾ മാറും. നമ്മൾ കുറച്ചുകൂടെ വൈബ്രൻ്റ് ആകും. അത് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതൊക്കെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ആ ഒരു തോട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഒരു തോട്ട് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.